ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയനിർമ്മല ലഡുവുമായിട്ട് ജാനകിയുടെയും വിജയപത്മൻ്റെയും ഗായത്രിയുടെയും മായയുടെയും സേതുവിൻ്റെയും അടുത്തേക്ക് ചെല്ലുകയാണ്. ആ ഒരു ലഡു കണ്ടതോടുകൂടി ജാനകിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് ജാനകി ജയനിർമ്മലയുടെ കയ്യിലുള്ള ലഡു അങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെയ്തതോടുകൂടി ജയനിർമ്മല അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. എടി ജാനകി, നീ എന്താ ഈ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, നീ ഈ കൊണ്ടുവന്ന ലഡു സന്തോഷത്തോടു കൂടി കഴിക്കണോ? പിന്നെ ഭാവന ഗർഭിണിയായത് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഇല്ലേ എന്ന് ചോദിക്കുക നിർമ്മല. അപ്പോ ജാനകി വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടു കൂടി ജയനിർമ്മലയോട് ചോദിക്കുകയാണ്, ഈ അഭിനയം കൊണ്ടൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, നീ വേറെന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണ് ഈ ലഡുവുമായിട്ട് വന്നിരിക്കുന്നത് തന്നെ. ജാനകി വെറുതെ അനാവശ്യം പറയരുത്, ഭാവന വരെ ലഡു കഴിച്ച് സന്തോഷം പങ്കിട്ടു, പിന്നെ നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയാണ്, ഭാവന വെറും മണ്ടിയാണ്, അവളെ നിനക്ക് ഇനിയും പറ്റിക്കാൻ കഴിയും. കേട്ടതോടുകൂടി ജയനിർമ്മല പൊട്ടിത്തെറിച്ചുകൊണ്ട് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, ദേ അനാവശ്യം പറയരുത് എന്നും പറഞ്ഞ് ജാനകിയെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ജാനകി നേരെ വിജയപത്മന്റെ ദേഹത്തേക്ക് അങ്ങ് വീഴുകയാണ്. എന്നിട്ട് വിജയപത്മനും ജാനകിയും കൂടി നേരെ ഒരു ചുമരിലേക്ക് അങ്ങ് ആഞ്ഞു വീഴുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സേതുവും ഗായത്രിയും മായൊക്കെ ചെന്ന് പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും ജാനകിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് നിലത്ത് കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കുപ്പി എടുത്ത് നേരെ നിർമ്മലയെ അങ്ങ് കയ്യിലേക്ക് അങ്ങ് അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജയനിർമ്മല വീഴാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും ജയനിർമ്മല വീണ്ടും ജാനകിയുമായിട്ട് മുട്ടൻ അടിക്ക് വരികയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത അടി തന്നെയാണ് കേട്ടോ. കഴുത്തിന് പിടിക്കലും കവളടിച്ച് പൊട്ടിക്കലും ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ജാനകിയുടെ കയ്യിൽ നിന്നും ജയനിർമ്മലയ്ക്ക് കവളത്തേക്ക് നല്ലൊരു അടി കിട്ടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്ക് തന്നെയും പിടിച്ചാലും പിടി കിട്ടാത്ത രീതിയിൽ തല്ലുകൂടുക തന്നെയാണ് ചെയ്യുന്നത്. രണ്ടുപേരും ഓരോന്ന് എടി പൊടി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങ് വിളിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റലാണെന്നുള്ള ബോധം പോലും ഇല്ലാതെയാണ് അവർ രണ്ടുപേരും കൂടി പെരുമാറുന്നത്. ആ സമയത്തൊക്കെ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഇനി ഒരിക്കലും ഭാവനയെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കില്ല, നിന്റെ അഭിനയമൊന്നും ഞങ്ങളുടെ അടുത്ത് ചെലവാവാനും പോകുന്നില്ല, നിന്റെ ഈ രണ്ട് തോണിയിലും കാലിട്ട് നടക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക്, നിന്നെ ശരിക്കും മനസ്സിലാക്കിയവളാണ് ഈ ജാനകി, അതുകൊണ്ട് നിന്റെ കൂടെ വിടില്ല ജയനിർമ്മലെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ജാനകി ജയനിർമ്മലയ്ക്ക് ഇട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ച് ജയനിർമ്മലയും ജാനകി കൊടുക്കുന്നുണ്ട് ഉന്തലും തള്ളലും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇതൊക്കെ ഇടപെടുന്ന ഗായത്രി അങ്ങ് ഇവരെ തട്ടി മാറ്റാനൊക്കെ ശ്രമിക്കുമ്പോഴൊക്കെ ഗായത്രിയെ അവരെല്ലാവരും തള്ളി മാറ്റുകയാണ്. ബോധം കൂടി ഇല്ലാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തന്നെ തല്ലുകൂടുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ജാനകി സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ്, നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഇനി നിന്റെ അടുത്തേക്ക് ഭാവനയെ ഞങ്ങൾ പറഞ്ഞയക്കില്ല, ഭാവനയെ തട്ടിക്കളിക്കാൻ ഇനി സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ജാനകി തറപ്പിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ ജയനിർമ്മലയ്ക്ക് ദേഷ്യം വന്നിട്ട് ജയനിർമ്മല പറയുന്നുണ്ട്, നീയാണോ അത് തീരുമാനിക്കുക, സൂര്യയാണ് ഭാവനയുടെ ഭർത്താവ്, സൂര്യയാണ് തീരുമാനിക്കുക, അല്ലാതെ നീയല്ല അതൊക്കെ തീരുമാനിക്കുക. അവരുടെയും മുന്നിൽ വെച്ച് ജാനകി സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് ജയനിർമ്മലയുടെ യഥാർത്ഥ സ്വഭാവവും ഉള്ളിലിരിപ്പും വിളിച്ചു പറയുന്ന സമയത്ത് മാനസയും സൂര്യയും ഒന്നിപ്പിക്കാനാണ് നിന്റെ ശ്രമം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരിക്കലും നടക്കാനും പോകുന്നില്ല എന്നൊക്കെയാണ് കേട്ടോ ജാനകി വിളിച്ചു പറയുന്നത്. അങ്ങനെ അത് കേൾക്കുന്ന ജയനിർമ്മലയ്ക്ക് വീണ്ടും പരിസരം മറന്ന് വീണ്ടും ജാനകിയുടെ അടുത്തേക്ക് വീണ്ടും കഴുത്ത് പിടിച്ച് ഉപദ്രവിക്കുകയും തള്ളുകയും ഒക്കെ ചെയ്യുകയാണ്. ആ സമയത്ത് ജാനകി പിന്നെ ക്ഷമ നശിച്ച ജാനകി ജയനിർമ്മലയെ ഒരു ടേബിളിൻ്റെ അവിടെ കൊണ്ടു ചെന്നിട്ട് നേരെ തല വെച്ച് ഇടിച്ച് അമർത്തുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു വേദന സഹിക്കാതെ കിടന്ന് പൊളയുകയാണ്. പത്മനും സേതുവും മായും ഗായത്രിയൊക്കെ കൂടിയിട്ട് ജാനകിയെ പിടിച്ചു മാറ്റുകയാണ്. അപ്പോഴത്തേക്കും വീണ്ടും ജയനിർമ്മല അടങ്ങുന്നില്ല, വീണ്ടും ജാനകിയെ ഉപദ്രവിക്കാൻ വീണ്ടും ചെല്ലുകയാണ്. അപ്പോൾ ജാനകി ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയനിർമ്മല നേരെ ട്രോളിയുടെ ഭാഗത്തേക്ക് അങ്ങ് വീഴാൻ പോവുകയാണ്. അങ്ങനെ ജയനിർമ്മല നേരെ അങ്ങ് പോകുന്ന സമയത്ത് ആ ട്രോളി അങ്ങ് ചെന്ന് പിടിക്കുന്നത് അജയൻ കാല് വെച്ച് അതങ്ങ് തടയുകയാണ് കേട്ടോ. അങ്ങനെ അജയനും പ്രസീതയും കിട്ടിയ അവസരത്തിൽ ജയനിർമ്മലയുടെ അടുത്തേക്ക് വരികയാണ്. അജയനും പ്രസീതയും വന്നതോടുകൂടി ജാനകി പിന്നെ വിളിച്ചു പറയുന്നത്, നിങ്ങൾ മൂന്ന് പേരും ഇപ്പോഴും ഒരു കെട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇനി ഒരിക്കലും ഭാവനയെ ഞങ്ങൾ പ്രസവം കഴിയുന്നത് വരെ അവിടേക്ക് പറഞ്ഞയക്കില്ല, ഇവർ കൂടി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാവനയുടെ ജീവന് തന്നെ ആപത്താണ്, അതുകൊണ്ട് ഇനി ഞങ്ങൾ പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞ് ജാനകി വീണ്ടും തറപ്പിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ സേതു പറയുന്നുണ്ട്, അത് ശരി, ഇപ്പോഴും ആൻറ്റി ഇവരുമായി കൂട്ടുണ്ടല്ലേ, അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും ഇപ്പോഴും നിങ്ങൾ വിഡ്ഢികളാക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ മൂന്ന് പേരുടെയും മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സേതുവും കൂടി പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് ഭാവനയും സൂര്യയും മാനസയും കൂടി സംസാരിക്കുകയാണ്, എന്ത് തന്നെ പ്രശ്നം വന്നാലും നമ്മൾ മൂന്ന് പേരും ഒരു കെട്ടായിട്ട് തന്നെ നിൽക്കണം, നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയും,
അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം, നിന്നെ കാണാതെ അവരിവിടെ നിന്നും പോവില്ല എന്നൊക്കെ ഭാവന പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മാനസ പറയാണ്, എൻ്റെ അച്ഛനും അമ്മയും എന്ത് മനസ്സിൽ കരുതിയാലും അതൊന്നും ഞാൻ അനുസരിക്കാൻ പോകുന്നില്ല, അവരുടെ ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ സൂര്യയും മാനസയും ഭാവനയും കൂടി ഒരു കെട്ടായി നിൽക്കാം എന്നൊക്കെ തീരുമാനിക്കാണ്ട് അപ്പോഴത്തേക്കാണ് നേഴ്സ് വന്ന് ഓടി വന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെ വന്ന ആളുകൾ എല്ലാവരും കൂടി അവിടെ വഴക്കിടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മാനസയും കൂടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭാവന പറയണം മാനസയോട്, നീ അവിടെ തന്നെ കിടന്നോ, ഞാനും സൂര്യയും കൂടി പോയിക്കോളാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി വരികയാണ്. അപ്പോൾ ഭാവന ചോദിക്കുക, എന്താ ഇവിടെ, ഇതൊരു ഹോസ്പിറ്റലാണെന്നുള്ള ബോധം കൂടി ഇല്ലാതെയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്, എന്താണ് ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കാനുണ്ടോ. അപ്പോൾ വിജയപത്മൻ പറയുകയാണ്, ഞാൻ പറയാം, ഭാവനയെ ഇനി സൂര്യയുടെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രസവം കഴിയുന്നത് വരെ പറഞ്ഞയക്കില്ല എന്നാണ് പറഞ്ഞത്, അതിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ജയനിർമ്മലയ്ക്ക് ഒരേ പിടിവാശി, ഭാവനയെ അവിടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഭാവനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൻ്റെ കാരണം അവിടെ നിന്നതുകൊണ്ടാണ്. ഇനി ഭാവനയ്ക്ക് നന്നായിട്ട് തന്നെ റെസ്റ്റ് വേണം, അതുകൊണ്ട് ഇനി അവിടേക്ക് പറഞ്ഞയക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ജയനിർമ്മലയ്ക്ക് വല്ലാത്ത പിടിവാശി. ജയനിർമ്മലയ്ക്ക് എന്തിനാ അങ്ങനെ ഒരു പിടിവാശി എന്ന് ചോദിക്കാൻ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറഞ്ഞയക്കാൻ താല്പര്യമില്ലാത്തത് ഇപ്പോൾ അജയനും പ്രസീതയും ജയനിർമ്മലയുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. ഭാവനയ്ക്ക് ഇങ്ങനെ ഒരു അപകടം വന്നത് തന്നെ ജയനിർമ്മല കൂടി അറിഞ്ഞിട്ടാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ജാനകി പറയാണ്, ഇനി ഞങ്ങൾ അവിടേക്ക് പറഞ്ഞയക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് ഭാവനയുടെ ജീവനാണ് സുരക്ഷ വേണ്ടത്, അതുകൊണ്ട് സൂര്യ ഞങ്ങൾ ഇനി പ്രസവം കഴിയുന്നത് വരെ ഭാവനയെ അവിടേക്ക് പറഞ്ഞയക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇടി എന്നങ്ങ് ജാനകിയോട് വീണ്ടും ജയനിർമ്മല പറയണം. അപ്പോൾ സൂര്യ പറയണം, അമ്മ വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കരുത്, അമ്മയ്ക്ക് എന്താ ഇത്ര ബോധമില്ലാതായോ, ഇതൊരു ഹോസ്പിറ്റലാണ്, പിന്നെ എവിടേക്ക് പോകണം എന്നുള്ളത് ഞാനും ഭാവനയും തീരുമാനമെടുക്കും, അതിലെന്തിനാ അമ്മ ഇടപെടുന്നത്, അമ്മയ്ക്കിപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സൂര്യ അവരുടെ ഭാഗം നിന്ന് സംസാരിക്കും. അത് കേൾക്കുമ്പോൾ ജയനിർമ്മലയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ പ്രസീതയും അജയനും കൂടി സ്വകാര്യത്തിൽ സംസാരിക്കുകയാണ്, ഈ സമയത്ത് നമുക്ക് ഇവരുടെ കൂടെ മുട്ടി നിൽക്കാം, അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരുടെ വീട്ടിലേക്ക് കയറിപ്പറ്റാൻ ഒരു അവസരവും കൂടി കിട്ടും, അതുകൊണ്ട് കണ്ടറിഞ്ഞു നിന്നോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അജയൻ പ്രസീതയുടെ ചെവിയിൽ. അങ്ങനെ ഭാവനയും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ വഴക്കിടാൻ നിൽക്കുന്നത്, അതൊക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ പറയണം. അപ്പോഴത്തേക്കും ദേവനും കൂടി വരികയാണ്. എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ജയപത്മൻ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ദേവന് ചെറുതായിട്ടൊരു സംശയം ആദ്യമേ ഉണ്ട് ജയനിർമ്മലയിൽ. അപ്പോൾ ജയനിർമ്മലയെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഇതിൻ്റെ പേരിൽ നീ എന്തിനാ ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഭാവനയാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞപ്പോൾ ഭാവന എല്ലാവരുടെയും മനസ്സിനെ നോവിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ജയനിർമ്മലയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും എന്ന് മനസ്സിലാക്കിയ ഗായത്രി പെട്ടെന്ന് തന്നെ അതിന് മറുപടി കൊടുക്കുകയാണ് കേട്ടോ. ഇക്കാര്യത്തിൽ ഭാവനയും സൂര്യയുടെയും അഭിപ്രായമല്ല ഏറ്റവും വലുത്, എൻ്റെ അഭിപ്രായമാണ്, ഞാൻ ഭാവനയുടെ അമ്മയാണ്, എൻ്റെ മകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഇക്കാര്യത്തിൽ എനിക്കാണ്, അതുകൊണ്ട് ഞാനാണ് തീരുമാനിക്കുന്നത്. ഭാവന ഇനി ആ വീട്ടിലേക്ക് ഇപ്പോൾ പ്രസവം കഴിയുന്നത് വരെ വരില്ല, കാരണം ഭാവനയ്ക്ക് നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, പ്രത്യേകിച്ചും ഈ അജയനും പ്രസീതയും ഇങ്ങനെ നടക്കുന്നിടത്തോളം എൻ്റെ മോളുടെ ജീവന് തന്നെ സുരക്ഷിതമല്ല, അതുകൊണ്ട് ഇനി ഞാൻ അവിടേക്ക് പറഞ്ഞയക്കില്ല എന്നുള്ള തറപ്പിച്ച വാക്ക് ഗായത്രി അങ്ങ് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയപത്മനും ജാനകിക്കും സേതുവിനൊക്കെ ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ ഭാവന തന്നെ ആ തരിച്ചു നിൽക്കുകയുണ്ട്, അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ, എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി അവനെ നോക്കുകയാണ്. എന്നിട്ട് ഭാവന ഗായത്രിയുടെ അമ്മ എന്നങ്ങ് പറഞ്ഞു വിളിക്കുമ്പോൾ, വേണ്ട, നീ ഒരക്ഷരം മിണ്ടണ്ട, നിനക്ക് മറ്റുള്ളവരോട് കൂടുതലുള്ളത് കൊണ്ട് നീ അവരുടെ സൂര്യയുടെ വീട്ടിലേക്ക് തന്നെ പോവും, അതുകൊണ്ട് ഇക്കാര്യത്തിൽ നീ ഇത് തീരുമാനമെടുക്കേണ്ട, ഇതിൽ ഞാനാണ് തീരുമാനമെടുക്കേണ്ടത്, നിനക്കിപ്പോൾ നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, പിന്നെ ഇനി നിന്നെ അവിടേക്ക് ഇപ്പോൾ പറഞ്ഞയച്ചാൽ ഇവർ നിന്നെ ജീവനോടെ തന്നെ ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പില്ല, ഇനി ഞങ്ങൾക്കൊരു പരീക്ഷണത്തിന് നിൽക്കാൻ കഴിയില്ല എന്നങ്ങ് ഗായത്രി തറപ്പിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യയോട് പറയുന്നുണ്ട് ഗായത്രി, ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും സമ്മതം ചോദിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് സൂര്യയ്ക്ക് അറിയാമായിരിക്കും, അതുകൊണ്ട് ഭാവനയുടെ ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്, ഭാവനയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, അതുകൊണ്ട് പ്രസവം കഴിയുന്നത് വരെ ഇനി ഭാവന അവിടേക്ക് വരില്ല സൂര്യ എന്ന് പറയട്ടെ. അപ്പോൾ സൂര്യയ്ക്ക് പോലും ഒരക്ഷരം മിണ്ടാനാവാതെ കേട്ടുകൊണ്ട് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡിൽ വീട്ടിലെത്തിയ ശേഷം ഗായത്രിക്ക് വയ്യാതാകുന്ന സമയത്ത് ഗായത്രിയുടെ മരുന്നൊക്കെ കൊടുക്കുകയാണ് കേട്ടോ മായ. അപ്പോൾ ഭാവന അവിടേക്ക് വരികയാണ്. അമ്മ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കൊരു കുഴപ്പവുമില്ല, നിൻ്റെ കാര്യം ആലോചിച്ച് ഒരു സമാധാനവുമില്ല, നിന്നെ ഇപ്പോൾ ഞാൻ സൂര്യ
സൂര്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാതിരിക്കുന്നത് തന്നെ നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അജയനും പ്രസീതയും പുറത്തു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ നിന്നെ അപായപ്പെടുത്താൻ പോലും മടിക്കാത്തവരാണ്. അവരുടെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നിന്നെ ഇല്ലാതാക്കാൻ പോലും അവർക്ക് മടിയുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ അവിടേക്ക് പറഞ്ഞയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മോളെ. നിന്റെ ജീവനാണ് അമ്മയ്ക്ക് ഏറ്റവും വലുത് എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ഭാവനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. മാനസയെയും സൂര്യയെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ അജയൻ അങ്കിളും പ്രസീദ് ആൻറ്റിയും എന്നെ ഇല്ലാതാക്കാൻ പോലും അവർക്ക് ഒരു മടിയും ഉണ്ടാവില്ല. അത്രയ്ക്കും ക്രൂരമായ മനസ്സാണ് അവരുടെ എന്ന് ഭാവനയും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഇനി ജയനിർമ്മല അജയനെയും പ്രസീതയെയും മാനസയെ നോക്കാൻ എന്നുള്ള പേരിൽ അവിടെ വീട്ടിലേക്ക് കയറ്റുകയാണ് കേട്ടോ. ആ സമയത്ത് ദേവനും സൂര്യയും തടയുന്നുണ്ടെങ്കിലും ജയനിർമ്മലയുടെ വാശിക്ക് മുന്നിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അജയനും പ്രസീതയും വീണ്ടും ആ സ്ഥാനം ഉറപ്പിക്കുകയാണ്. അങ്ങനെ ജയനിർമ്മലയുടെ മനസ്സിൽ ഇങ്ങനെ മാനസയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് സൂര്യയുടെയും മാനസയുടെയും വിവാഹം നടത്തിക്കണം എന്നുള്ള ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുപ്പിക്കൂട്ടോ ജയനിർമ്മലയെ കൊണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ദേവന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം സൂര്യ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഭാവനയുടെ അടുത്തേക്ക് ഗായത്രിയുടെ വീട്ടിലേക്ക് സൂര്യയും ഇനി വരികയാണ്. അങ്ങനെ ഭാവനയെ സംരക്ഷിക്കുന്നതും ഭാവനയുടെ ഗർഭകാല സംരക്ഷണവും എല്ലാം തന്നെ ഭാവനയ്ക്ക് ഒപ്പം നിന്ന് സൂര്യ ഭാവനയെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ ജയനിർമ്മല സൂര്യയെ കിട്ടാൻ വേണ്ടി കുറച്ച് തറവേലകളൊക്കെ ഇറക്കും. പക്ഷേ അതിലൊന്നും സൂര്യ ഇനി വീഴാൻ പോകുന്നില്ല. അങ്ങനെ ജയനിർമ്മലയ്ക്ക് 8ന്റെ തിരിച്ചടികളാണ് കിട്ടാൻ കിടക്കുന്നത്.